May the holy name of the Lord be glorified. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ, ദൈവത്തിന്റെ വലിയൊരു വനത്തിന് മുമ്പാകെ ഇരിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise and glorify God for giving us another opportunity to be able to sit into His valuable Word of God. കൃപാവരങ്ങൾ എന്ന വിഷയത്തിന്റെ ഏതാണ്ട് അവസാന ക്ലാസ്സിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. We have almost come to the last class or the end class of spiritual gifts. എനിക്ക് തോന്നുന്നത് ഇത് 15ാമത്തെ ബൈബിൾ ക്ലാസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിലെ ക്ലാസ്സിൽ ദൈവത്തിന് ധാരാളമായ കൃപ അനുഭവിപ്പാൻ ഇടയായല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise and glorify God for the abundance of grace that we have felt through the last 15 classes. I think it is 15th class today. ഈ നിലയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. So in that way, I just praise and glorify God for all those who have come and joined in this platform. ക്ലാസ് നന്നായിട്ട് മനസ്സിലാകുന്നത് കൊണ്ടാണോ, അതോ ക്ലാസിന്റെ പ്രശ്നം കൊണ്ടാണോ, ഇനി അതുമല്ല ക്ലാസ് മതിയാക്കാൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ, ഈ ക്ലാസ്സിലാണ് ഏറ്റവും കുറവ് ആളുകൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ളത്. So we do not know whether it was easy, whether it was difficult, or is it because of the end of the class is today we have got a very less attendance. എനിക്ക് ഏതായാലും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. So all those who have joined, I just praise and glorify God for the same. നിലനിൽക്കുന്ന കൃപാവരങ്ങളും അവയുടെ ഉപയോഗവും എന്നുള്ള മൂന്നാമത്തെ ടൈറ്റിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. We are right now pondering upon the sustaining spiritual gifts and their use. 7 കൃപാവരങ്ങൾ ഉള്ളതിൽ 4 എണ്ണമാണ് നാം ഇതുവരെ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. There are 7 sustaining grace, out of which we have meditated upon 4. Number 1 പ്രവചനം, Number 2 ശുശ്രൂഷ, 3 ഉപദേശം, 4 പ്രബോധനം. ഈ 4 കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. So in the last class, we meditated from Romans chapter 12, verses 8 onwards. It's a prophecy, and then you have ministry, then you have teaching, and then we have exhortation. ഈ കൃപാവരങ്ങളുടെ വിഭജനത്തെ സംബന്ധിച്ച് പല കാര്യങ്ങൾ നമുക്ക് ഈ ഇതിനോടകമുള്ള ക്ലാസ്സുകളിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. I completely believe that we have understood the divisions in the spiritual gifts itself. ഇനി പഴയ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല, എങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം അവിടുന്ന് പറഞ്ഞു മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. So we cannot actually go back to the older classes, but we can just take a few points and move ahead. നാം കൃപാദാനങ്ങളെ പറ്റി ചിന്തിപ്പാൻ ഇടയായിട്ട് തീർന്നു. We happen to look into the gifted men. അടിസ്ഥാന വരങ്ങളെ പറ്റി ചിന്തിപ്പാൻ ഇടയായിട്ട് തീർന്നു. We also pondered upon the foundational gifts. അതുപോലെ തന്നെ താൽക്കാലിക വരങ്ങളെ പറ്റി നാം ചിന്തിച്ചു. We also looked at the temporary gifts. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിലനിൽക്കുന്ന വരങ്ങളെ കുറിച്ചാണ്. And currently we are pondering upon the sustaining spiritual gifts. നിലനിൽക്കുന്ന വരങ്ങൾ, നിലനിൽക്കുന്ന കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ സഭാ കാലയളവ് മുഴുവൻ നിൽക്കുന്നത് എന്നാണ് അതിന്റെ ആശയം. So when you say sustaining spiritual gifts, it is existent or prevalent throughout the church age. ആകെ 21 കൃപാവരങ്ങളെ സംബന്ധിച്ചാണ് ഒരു ലിസ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ളത്. There is a total of around 21 spiritual gifts. അതിൽ 9 എണ്ണം താൽക്കാലിക വരങ്ങളാണ്. And out of them 9 are temporary spiritual gifts. 2 വരങ്ങൾ അടിസ്ഥാന വരങ്ങളാണ്. And 2 are the foundational ones. ബാക്കി 10 വരങ്ങളിൽ 3 എണ്ണം കൃപാദാനങ്ങളും ബാക്കി 7 എണ്ണം നിലനിൽക്കുന്ന കൃപാവരങ്ങളുമാണ്. And out of the remaining 3 are the gifted men and 7 are the sustaining spiritual gifts. ഇതാണ് ഇതിന്റെ വിഭജനം സംബന്ധിച്ചുള്ളതായ അടിസ്ഥാനപരമായ പഠനം എന്ന് പറയുന്നത്. This is the basic classification of the spiritual gift for understanding. ഇപ്പോൾ നിലനിൽക്കുന്ന കൃപാവരങ്ങൾ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ അലീന എന്ന് മറുപടി പറയും. How many spiritual gifts are sustaining now? What would be the answer to that question? അറിയില്ല. കണ്ടോ, ഇതാണ് ഈ എല്ലാ ക്ലാസ്സിലും പങ്കെടുത്താനുള്ള ഗുണം. ഇതാണ്
അടിസ്ഥാന വരങ്ങൾ 7 എണ്ണമാണ്. അതിന് ഒരിക്കലും മറന്നു പോകരുത്. 3 കൃപാദാനങ്ങളും 7 അടിസ്ഥാന അല്ലെങ്കിൽ 7 നിലനിൽക്കുന്ന വരങ്ങൾ. So, there are total in 10, there are 3 gifted men out of it and 7 spiritual gifts which are sustaining throughout the church age. 3 കൃപാദാനങ്ങൾ ഏതെല്ലാമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അത് ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അത് വ്യക്തിയെ സംബന്ധിക്കുന്നതാകുന്ന പരാമർശമായതുകൊണ്ടാണ് കൃപാദാനങ്ങൾ എന്നുള്ള പേരിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. So there are these 3 sustaining, which we call it as gifted men, because those are individual for being given that particular office or being blessed in that way. ബാക്കി വരുന്ന 7 കാര്യങ്ങൾ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് 7 കൃപാവരങ്ങൾ നിലനിൽക്കുന്നവ എന്ന് പറയാനായിട്ട് കഴിയുന്നത്. So the remaining 7 are related to the ministry, and that's the reason why we say it as being sustenant as spiritual gifts. നാം ഇതിനെ തരംതിരിച്ച് വീണ്ടും ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അഞ്ചാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരാം. 5ാമത്തെ നിലനിൽക്കുന്ന വരങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ് 5ാമത്തെ നിലനിൽക്കുന്ന വരം. There would be further classifications or understanding, but let's come to the 5th sustaining gift, which is giving with liberality. ദാനം ചെയ്യുക, giving. അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കൃപാവരമായിട്ട് ഇരിക്കുന്നു. And that is something which is an important or a crucial spiritual gift. ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ധനപരമായി സഹായിക്കുക എന്നാണ് ആ വാക്കിന്റെ ആശയം. So it is monetarily helping is what giving really means. ഒരു വ്യക്തിക്ക് ധനപരമായ ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുവാൻ നാം കാണിക്കുന്ന പൂർണ്ണ മനസ്സിനെയാണ് ദാനം ചെയ്യുക എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. So a financial need of a brother being taken care and being able to give that liberally is what we understand from the gift of giving. എന്നാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, ആത്മീക അർത്ഥത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ പ്രമാണം അനുസരിച്ച് എന്താണ് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? So as per the ordinance or as per the scriptures, what do we really mean from the gift of giving? സിസ്റ്റർ അനിലേക്ക് പറയാമോ, എന്താണ് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? What do you really mean by giving? പ്രതിഫലേച്ഛ കൂടാതെ നൽകുക. പ്രതിഫലേച്ഛ കൂടാതെ നൽകുക. ഓക്കെ, വെരി ഗുഡ്. Giving without giving any or expecting anything in return. Yeah. പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ മടങ്ങി വരുമെന്നുള്ളതായിരിക്കുന്ന ചിന്തയില്ലാതെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞത് ശരിയാണ്. അത്രയും മാത്രമേ ഉള്ളൂ. എന്താണ് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? What does really mean by giving? അല്ല സഹോദരി പറയാമോ? അല്ല, ദൈവം എനിക്ക് നൽകിയത് മറ്റുള്ളവർക്ക് ദൈവനാമത്തിൽ കൊടുക്കുവാനുള്ള ആ ഒരു ദൈവം എനിക്ക് നൽകിയത്, അതാണ് അതിന്റെ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ദൈവം എനിക്ക് നൽകിയത് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിനും അറിയാം, അത് വാങ്ങിച്ച വ്യക്തിക്കും അറിയാം. So what the Lord has given, giving that. Now that is very correct, because that is known by God and the one who has received it. ദൈവം എനിക്ക് തന്നത്, that which the Lord has given me. ദൈവമാണ് തന്നത് എന്നുള്ള വാസ്തവമായ തിരിച്ചറിവ് ഒന്നാമത്തെ കാര്യം. One, you need to really know that what you have is given by the Lord. 2, എന്റെ കൂട്ടു സഹോദരന്റെ ആവശ്യത്തെ കുറിച്ചുള്ള എന്റെ വാസ്തവമായ കാഴ്ചപ്പാട്. And my perspective regarding the need of my brother. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ദൈവം എനിക്ക് തന്നത് ഞാൻ അതുപോലെ കൊടുക്കുന്നതിനെയാണ് ദാനം ചെയ്യുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. So in that regards, as much as giving the need of my Lord as per what the Lord has given me, that is what is giving. നാം എല്ലാവരും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല എന്ന് പറഞ്ഞാൽ ആരും എന്റെ നേരെ നെറ്റി ചുളിക്കരുത്.
So nobody should feel offensive if I say this is one area that we all have our failures. എന്നെ കൊണ്ട് ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. I'm including myself when I make that statement. നാം ദൈവം നമുക്ക് തന്നത് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആ മനോഭാവം എന്താണ് എന്നുള്ളത് വളരെ ഗൗരവകരമായി ചിന്തിക്കേണ്ടതായ ഒരു കാര്യമായിട്ടിരിക്കുന്നു. It is of utmost seriousness that we need to ponder the mindset with which we give to our brother that which the Lord has given us. ഈ കൊടുക്കുക അല്ലെങ്കിൽ ദാനം ചെയ്യുക എന്നാക്കുന്ന വാക്കിന്റെ ആശയം വരുന്നത് ഇങ്ങനെയാണ്. അതായത് പൈസ മാത്രമല്ല, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമയം, ഇതെല്ലാം നാം ദാനം ചെയ്യേണ്ടത് ആവശ്യമാണ്. So when we talk about giving, it's just not the monetary money, the money, but the time, the health, whatever that you are able to, as per what the Lord has given you. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. അതായത് ശമര്യക്കാരന്റെ ഉപമ അടിസ്ഥാനമാക്കി ധനത്തോടുള്ള 3 മനോഭാവങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ശമര്യക്കാരന്റെ ഉപമ അടിസ്ഥാനമാക്കി ധനത്തോടുള്ള 3 മനോഭാവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. So I would like to bring forth to your notice 3 things with regards to the example of the Samaritans regarding the attitude or the mindset towards money. ഈ ശമര്യക്കാരന്റെ ഉപമ അറിയാത്തവർ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? Is there somebody who does not know about the Samaritan sitting here? സൂസൻ സിസ്റ്ററെ, ശമര്യക്കാരന്റെ ഉപമയിൽ ഉള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? Who are the characters in the example of the Samaritan? പുരോഹിതൻ, ലേവ്യൻ. അവരെ രണ്ടുപേരും നമുക്ക് ഒരു കാറ്റഗറി ഉൾപ്പെടുത്താം, ലേവ്യനും പുരോഹിതനും. ഓക്കെ. The Levites and the priests. ശമര്യക്കാരൻ, the Samaritan. യാത്ര ചെയ്ത വ്യക്തി. വ്യക്തിയെ ഈ കൂട്ടത്തിൽ കൂട്ടണ്ട. You don't have to categorize the victim into this. ഒരു കൂട്ടർ കൂടി ഉണ്ട്. The one who robbed them. ആരാണ്? ഉപദ്രവിച്ച ആൾക്കാർ. കള്ളന്മാർ അല്ലെങ്കിൽ കള്ളന്മാർ. ഈ 3 ഗ്രൂപ്പുകളാണ് ശമര്യക്കാരന്റെ ഉപമയിൽ, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് ഈ ഉപമയിൽ പറയപ്പെട്ടിട്ടുള്ളത്. This is the 3 characters in the illustration of the Samaritan. അതിൽ കള്ളന്മാര് പറയുന്നത് എന്താണ് സാധാരണഗതിയിൽ? What does the robbers really say in normal circumstances? കള്ളന്മാര് പറയുന്നത് നിന്റേതെല്ലാം എന്റേതാണ്. So the robbers would say all that you have is mine. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? കള്ളന്മാരുടെ മനോഭാവം, അല്ലെ കള്ളന്മാരുടെ ചിന്താഗതി, അവരുടെ താല്പര്യം, അവരുടെ ആഗ്രഹം നിന്റേതെല്ലാം എന്റേതാണ്. അതാണ് കള്ളന്മാർ ചിന്തിക്കുന്നത്. So the attitude or the mindset of a robber regarding that money is all that yours is mine. ലേവ്യനും പുരോഹിതനും ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? The Levites and the priests, do you know how they think about it? ഈ ശമര്യക്കാരന്റെ ഉപമയിൽ അവര് ചെയ്ത പ്രവൃത്തിയുടെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യം പറയുന്നത്. ലേവ്യനും പുരോഹിതനും ചിന്തിക്കുന്നത് എങ്ങനെയാണ്? Please understand, all this is made or understood based on their response to the Samaritans. So how does the priest or the Levite or their mindset towards money is? അവര് പറയുന്നത് എന്റേതെല്ലാം എന്റേത് തന്നെയാണ്. So all that is mine itself. കള്ളന്മാരെന്താ പറയുന്നത്? What does the robber say? നിന്റേതെല്ലാം എന്റേതാണ്. Robber says yours is mine. പുരോഹിതൻ ലേവ്യനും പറയുന്നത് എന്താണ്? എന്റേതെല്ലാം എന്റേത് തന്നെയാണ്. Priest and the Levite says all that mine is mine only. എന്നാൽ ശമര്യക്കാരൻ എന്താ പറയുന്നത്? What does the Samaritan say? എന്തായിരിക്കും പറയുന്നത്? I have എനിക്കൊന്നുമില്ല. have nothing. എനിക്കൊന്നുമില്ല. ശമര്യക്കാരൻ എന്താ പറയുന്നത്? ശമര്യക്കാരൻ പറയുന്നത്
എന്റേതെല്ലാം നിന്റേതാണ്. But the Samaritan says, all that is mine is yours. നിങ്ങൾക്കറിയാവോ, ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. This is what is giving. This is the attitude. This is the perspective. എന്റേതെല്ലാം എന്താണോ അതെല്ലാം നിന്റേതുമാണ്. Whatever is mine is also yours. ഇത് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ, നമ്മുടെ ബുദ്ധിയുടെ പ്രമാണവുമായിട്ട് ചേർത്ത് ചിന്തിച്ച് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത്. This is something which is very, very difficult for us to go along with rationally to or logically justify it with our minds itself. പക്ഷെ നമ്മുടെ ചിന്താഗതിക്ക് നേരെ ഘടക വിരുദ്ധമാണ് ദൈവവചനത്തിന്റെ ചിന്താഗതി. So our perspective or our thought is completely different to what the scripture has to say about it. എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റേതാണെന്ന് ഈ ഇരിക്കുന്ന എനിക്കോ നമുക്കോ പറയാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ? Are we in ever a state to say all that is mine is yours? Can we ever come to that state or an attitude to say that? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ നാം ഏറെ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. That is the reason why I said this is one sphere of Christian life that we have utterly failed. നാം സാധാരണ ദൈവത്തിന് കൊടുക്കുന്നത് എങ്ങനെയാണ്? How do we normally give God? എങ്ങനെയാ കൊടുക്കാറുള്ളത്? A portion. പോർഷൻ, ഞാൻ ഒരു ഭാഗം, അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, ഒരു ഭാഗം നാം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നു. So a portion, it might be big, it might be small, you keep a portion away for the Lord. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഉദാഹരണങ്ങൾ ഓരോരുത്തരും ഉദാഹരിച്ചിരിക്കുന്നത് പലപ്പോഴായിട്ട് കേൾക്കാണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. There are many illustrations or examples given by different people. അതില് ഒരു കൂട്ടർ പറഞ്ഞ ഉപമ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞത് എനിക്ക് വളരെ രസകരമായി തോന്നിയിട്ടുണ്ട്. One illustration has been a bit funny or hilarious. ഏതോ ഒരു രാജ്യത്തുള്ള ആള് വന്നിട്ട് പറഞ്ഞു, എനിക്കുള്ള സമ്പാദ്യം, അമേരിക്കാരൻ തൽക്കാലം അങ്ങ് പിടിക്കുക, അമേരിക്കാരൻ വന്നിട്ട് പറഞ്ഞു, എനിക്കുള്ള സമ്പാദ്യം എല്ലാം ഞാൻ നേരെ മുകളിലേക്ക് എറിയും എന്ന് പറഞ്ഞു. So let's consider American brings all his money and he just throws everything in the air. ഞാനൊരു വൃത്തം വരച്ച്, ഒരു വട്ടം വരച്ച് ഞാൻ അതിനകത്താണ് നിൽക്കുന്നത്. ഒരു ചെറിയ വട്ടമാണ്. ഈ വട്ടത്തിന്റെ ഉള്ളിൽ വീഴുന്നൊക്കെ ഞാൻ എടുക്കും, പുറത്തു പോകുന്നതെല്ലാം ഞാൻ ദൈവത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞു. So his thought is, he has made a circle around himself. He says he throws the money up, whatever falls within the circle is mine, what is outside the circle is for the Lord. ഞാൻ UK തൽക്കാലം വിട്ടുപിടിക്കുകയാണ്, വേറെ രാജ്യം നമുക്ക് പിടിക്കാം. അവര് പറഞ്ഞു, ഞങ്ങൾ വലിയൊരു വൃത്തം വരയ്ക്കും, അത് കഴിഞ്ഞ് ഞങ്ങളുടെ പൈസയെല്ലാം ഞങ്ങൾ മുകളിലേക്ക് എറിയും, ഈ വൃത്തത്തിനകത്ത് വീഴുന്നത് മുഴുവൻ ഞങ്ങൾ എടുക്കും, പുറത്ത് വീഴുന്നതെല്ലാം ദൈവത്തിന് കൊടുക്കും. വലിയ വൃത്തമായോണ്ട് പുറത്തോട്ടൊന്നും വീഴാറില്ല. So let's consider another country, not the UK. We'll make a bigger circle. Whatever falls in is for the Lord. Whatever falls outside the circle is mine. മൂന്നാമത് വേറെ രാജ്യക്കാർ വന്നത് ആരാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുള്ള ആരാണെന്ന്. Thirdly, another person from another country comes. I won't name the country. You can imagine. ആനി സിസ്റ്റർ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, അല്ലു സിസ്റ്ററും ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മലയാളം ഉദ്ദേശിച്ചായിരിക്കും പറയാൻ പോകുന്നുള്ള കണക്കൂട്ടിലായിരിക്കും. എന്തായിട്ടും ആയിക്കോട്ടെ, ഈ കൂട്ടർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു വൃത്തം വരയ്ക്കും, ആ വൃത്തം വരച്ചിട്ട് ഞങ്ങളുടെ സമ്പാദ്യം എല്ലാം ഞങ്ങൾ മുകളിലേക്ക് എറിയും. മുകളിലോട്ട് പോകുന്നതൊക്കെ ദൈവത്തിനുള്ളതാണ്, താഴേക്ക് വീഴുന്നതെല്ലാം ഞങ്ങൾക്കുള്ളതാണ്. So the thought is like this: the third people who came in, they draw a bigger circle, they throw everything up, and what they say is, all that goes up is for the Lord, all that comes down is for us. പലപ്പോഴും ദൈവത്തിന് കൊടുക്കുന്ന രീതി ഏറെക്കുറെ ഇതുപോലെ തന്നെയാണെന്ന് വേണം മനസ്സിലാക്കുവാൻ. So many a times this is the attitude or this is the process that we normally give unto the Lord. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്, കാരണം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതായ ഒരു മേഖലയാണ് ഈ ദാനം ചെയ്യുക എന്നുള്ളതായിരിക്കുന്ന മേഖല. So please don't misunderstand me, but this is one sphere of Christendom which has suffered much. കാരണം നാം പലപ്പോഴും പലരുടെയും മുഖം നോക്കിയാണ് ഒരു സംഭാവന ചെയ്യാറുള്ളത്. കർത്താവിന്റെ നാമത്തിലാണ് കൊടുക്കുന്നുള്ള ശരിയാണെങ്കിലും നാം ആളെ നോക്കി, പേഴ്സണലായിട്ട് ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ടാണ് പലപ്പോഴും നാം ദാനം ചെയ്യുന്നത് എന്നുള്ള സത്യം നാം മറന്നു പോകരുത്.
So we should not ever forget this fact, no matter this is that you give, for the name of the Lord, but you normally evaluate or you have an assessment of the person to whom you're giving. എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ പഠിപ്പിക്കുന്നത് റോമാലേഖനം 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 8-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാനായിട്ട് കഴിയും: പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So one thing on the basis of the scriptures, Romans chapter 16, 1 Corinthians chapter 16, and 2 Corinthians chapter 16, based on all this, the fundamentals through the scripture is this, that you give what you can and beyond the measure that you can. That is the underlying principle. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷിയെന്നാണ് പൗലോസ് പറയുന്നത്. The apostle Paul in 2 Corinthians chapter 8 and verse 4, he makes a mention in this, imploring us to much urgently that we would receive the gift of fellowship, ministering to the saint, not only to what is expected but beyond that. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ. നമ്മുടെ കർത്താവാണ് നമുക്ക് കൊടുക്കുവാൻ, ദാനം ചെയ്യുക എന്ന വിഷയത്തിൽ മാതൃക കാണിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ മാത്രമാണ്. So it is our Lord himself who has shown that perfect example of what giving is all about. എന്താണ് കർത്താവിന്റെ മാതൃക? What is his example? കർത്താവിന്റെ മാതൃക എന്ന് പറഞ്ഞത് അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി സമ്പൂർണമായി ഏൽപ്പിച്ചു തന്നു എന്നുള്ളതാണ് കർത്താവിന്റെ മാതൃക. That the example of the Lord is that he gave himself completely for us. തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവപുത്രൻ, The one who gave himself up for us, the Son of God. ഗലാത്യർ 2-ാം അധ്യായം 20-ാമത്തെ വാക്കിലാണ് നാം അത് വായിക്കുന്നത്. ഇപ്പോൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനുള്ള വിശ്വാസം. Galatians chapter 2 and verse 20, the one who has loved me and given himself up for me. നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ഒരു കർത്താവ്, സമ്പൂർണമായി ഏൽപ്പിച്ചു തന്ന ഒരു കർത്താവ്. A Lord who gave himself completely for us. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാനിവിടെ പറയാൻ താല്പര്യപ്പെടുന്നത്, നാം ദാനം ചെയ്യുമ്പോൾ നാം കർത്താവിന് എന്നതുപോലെ മനസ്സോടെ ചെയ്യുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ് എന്നുള്ളത് ദൈവത്തിന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. Once again, I want to remind you through the scriptures, as much as we give, we should be able to give as per what the scripture says. In that attitude, we are responsible and we are accountable for the same. ഈ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും തുല്യമായ പങ്കാണുള്ളത്. And in this regard, we all have equal responsibility. എനിക്ക് വേണ്ടി സമ്പൂർണമായി ഏൽപ്പിച്ചു തന്ന ദൈവപുത്രന്റെ നാമത്തിൽ, ദൈവപുത്രന് വേണ്ടി, അവന്റെ സുവിശേഷത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി എനിക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും? What all that I can do, the one who laid down his life for me, who gave himself completely in his name, for his gospel, for his work, for his people, how much can I? നമുക്ക് ലഭിച്ചതൊക്കെ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള വാസ്തവമായ തിരിച്ചറിവ് നമ്മെ ഭരിക്കുന്നുണ്ടോ? Have we been ruled by the very thought that everything that we possess is from the Lord? ദൈവമാണ് നമുക്ക് നൽകി തന്നിട്ടുള്ളത്, ദൈവത്തിന്റെ ദാനമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. It is from the Lord. The Lord has entrusted that gift unto me. Does that rule us? നമുക്ക് അതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മെ ഏൽപ്പിച്ചത് കൊണ്ട് നാം എത്രമാത്രം വ്യാപാരം ചെയ്യുന്നവരാണ്? And that which has been entrusted to us, how much of that is that we are utilizing or using? നാം തിരുവചനത്തിൽ വായിക്കുന്ന, വളരെ വ്യക്തമായി വായിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഒരു വ്യക്തിക്ക് 5 താലന്ത് ഏൽപ്പിച്ചു, ഒരു വ്യക്തിക്ക് 2 താലന്ത് ഏൽപ്പിച്ചു, ഒരു വ്യക്തിക്ക് 1 താലന്ത് ഏൽപ്പിച്ചു. So we read through the scriptures that, the one person was given with 5 talents, the other one was given with 2 talents, another person with 1 talent. 5 താലന്ത് ലഭിച്ച വ്യക്തിയെയും 2 താലന്ത് ലഭിച്ച വ്യക്തിയെയും നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട്, കർത്താവും പ്രശംസിക്കുന്നുണ്ട്. നല്ല കാര്യം.
So we've seen that God, the Lord, and we also praise the person who've got 5 and 2 talents. എന്നാൽ ഒരു താലന്ത് ലഭിച്ച വ്യക്തിയോടുള്ള നമ്മുടെ മനോഭാവം എന്താ? What is our attitude towards a person who received just 1 talent? എന്താ നമ്മുടെ മനോഭാവം? What is our attitude or mindset for that? എന്താ അല്ല സിസ്റ്ററെ, ഒരു താലന്ത് ലഭിച്ചവനുള്ള നമ്മുടെ മനോഭാവം എന്താ? What is our mindset? ചെറിയ എമൗണ്ട് ഒന്നല്ല കേട്ടോ, ഒരു താലന്ത് പറഞ്ഞാൽ വളരെ വലിയൊരു വിലയാണ്. പക്ഷെ ഒരു താലന്ത് എന്നുള്ളതാക്കി ആ വാക്കിൽ നമുക്ക് ഇച്ചിരി പെശകുണ്ട്. അവനോട് നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? What is our attitude or mindset towards those? 1 talent is a bigger amount, but what's our attitude? What do we think of that person? ഒന്ന് പറയാൻ ശ്രമിക്കാമോ? Can we try to attempt giving that answer? ഒരു താലന്ത് ലഭിച്ചവനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കർത്താവ് അവനെ വിളിച്ച പേരെന്താണ്? What did the Lord call him? കർത്താവ് അവനെ ഒന്നും വിളിച്ചില്ല. അവിശ്വസ്തൻ. കർത്താവ് അവനോട് പറഞ്ഞല്ലേ അവനെ വിളിച്ച വാക്കുകൾ എന്താണ്? What is the word that the Lord called him? Sluggard, മൂഢ. മൂഢ. ആ, You fool. പിന്നെ ലേസി സ്ലഗേർഡ് എന്ന് പറഞ്ഞു. ഇല്ല. ലേസി, ഓക്കെ, മടിയനായവൻ. ഓക്കെ, ഇനി അവിശ്വസ്തൻ. ദൈവത്തിന്റെ കൈൻഡ്നസ് ഗ്രാൻഡഡ് ആയിട്ട് എടുത്തോ എന്ന് ചോദിച്ചു. അതായത് ദുഷ്ടനും മടിയനുമായ ദാസനെ നീ ഞാൻ വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും വിതറാത്ത ചേർക്കുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞ് ഭയപ്പെട്ടിട്ടാണല്ലോ നീ ഇത് ചെയ്തതെന്നാണ് കർത്താവ് പറഞ്ഞത്. The Lord is saying that you are a person of evil nature, and the fact that you do not know that what is been sown and yield, you do not understand that properly. ദുഷ്ടദാസനെ എന്നാണ് ദൈവം അവനെ സംബോധന ചെയ്തത്. The Lord is saying that you are an evil servant. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ ഗൗരവമായി സൂക്ഷ്മതയോടെ അതിന് ഉത്തരം പറയണം. I'm going to ask you this question. Please consider and ponder that seriously and give an answer. ഈ ഒരു താലന്ത് ലഭിച്ചവനിൽ എന്തെങ്കിലും ഒരു നല്ല ഗുണം കാണുന്നുണ്ടോ? Do you see anything good in this person who received 1 talent? അവൻ വ്യാപാരം ചെയ്യാൻ കഴിയാഞ്ഞ കാരണത്താൽ നമ്മൾ അവനെ പൂശിക്കുകയാണ് ചെയ്യുന്നത്. അവനിൽ എന്തെങ്കിലും ഒരു നല്ല ഗുണമുണ്ടോ? അവന് കിട്ടിയത് അവൻ സൂക്ഷിച്ചു വെച്ചു. എന്തോ? അവന് കിട്ടിയത് അവൻ സൂക്ഷിച്ചു വെച്ചു. കിട്ടിയത് സൂക്ഷിച്ചു വെച്ചു. ഓക്കെ. So normally we crucify him the fact that he just got 1 and did അവനിൽ not. എന്തെങ്കിലും ഒരു നല്ല ഗുണം? Is there anything good that you see in him? വഴക്കുണ്ടാക്കിയില്ല. വഴക്കുണ്ടാക്കിയില്ല. ഒരു സാധു മനുഷ്യൻ, ഒരു പ്രശ്നത്തിനും പോയില്ല. ഇനി He preserved it not to get lost. സോറി, അത് സൂക്ഷിച്ചു വെച്ചു. അവൻ സൂക്ഷിച്ചു വെച്ചു. ഓക്കെ. എന്തെങ്കിലും വേറെന്തെങ്കിലും? Anything that you see good, all those you mentioned, but apart from this, anything that you feel is done really good? അടുത്ത നിങ്ങൾ ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. I don't think next you would say this thing. ഞാനും ആ ഒരു വ്യക്തിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. I and this one person receiving 1 talent has got a great connection. നിങ്ങൾക്കറിയാം എന്താ ബന്ധമെന്ന്? You know what that connection is? എന്റെ കയ്യിൽ കിട്ടിയത് ഞാനും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. What I have received, I also have not lost it. I have just kept it very, very much to myself. വ്യാപാരം ചെയ്യണം എന്നുള്ളത് അവന്റെ മേൽ ഉത്തരവാദിത്വമായിരുന്നു. അത് അവൻ ചെയ്തില്ല, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അവനെ നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് നാം ആരും മറന്നു പോകരുത്. Nobody should forget this fact that we know that 1 talent was given for him to use and to have multiple, but also remember that he did not lose the one that was given to him. നമുക്കുള്ള ബന്ധം എന്താണ്? What is our relation with that? നമ്മുടെ കയ്യിലുള്ള കൃപാവരങ്ങൾ ഏതാണെന്ന് വാസ്തവമായി നമുക്കറിയാമോ? Are we able to recognize the spiritual gift that has been entrusted unto us?
ഒരു കൃപാവരമെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നവരായിട്ടുണ്ടോ? Is there anybody who is sitting here who has not been given at least one spiritual gift? നാം ഇതുവരെ ചിന്തിച്ച 5 കൃപാവരങ്ങളിൽ ഏതാണ് എന്റേത് എന്നുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കുന്നുണ്ടോ? Is it ruling our mind that out of the 5 that we learned so far, which is the one that is been given unto us? നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, Have we കിട്ടിയിട്ടുണ്ട്. received it? Yes, we have. നമുക്ക് കിട്ടിയിട്ടുണ്ട്. Yes, we have received. എന്നാൽ ഏതാണെന്ന് അറിയാമോ അത്? Do you know but what it is that you have received? എത്ര പേർക്കറിയാം എന്റെ കക്കലുള്ള കൃപാവരം ഏതാണെന്ന്? എത്ര പേർ തിരിച്ചറിഞ്ഞിരിക്കുന്നു? How many of us have realized what that is given to us? ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണത്. എന്നിലുള്ള കൃപാവരം ഏതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? This is one of the most important questions that is to be answered through this class is what is the spiritual gift that I have received? ഈ സൂമിൽ ഒരുപാട് പരിധിയുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിലായിരുന്നുവെങ്കിൽ, അവിടെ ആയിരുന്നുവെങ്കിൽ ഞാൻ ഓരോരുത്തരെ കൊണ്ട് ഈ കാര്യം പറയിപ്പിക്കാമായിരുന്നു. നമ്മിലുള്ള എന്നിലുള്ള കൃപാവരം ഏതാണെന്ന് നാം തിരിച്ചറിയുന്നവരാണോ? Zoom has got its limitation. Had I been there physically, I would have made you answer this question personally, each of you. എന്നോട് ക്ഷമിക്കണം അലീന, നിന്റെ പേരിലുള്ള നിന്റെ കയ്യിലുള്ള കൃപാവരം ഏതാണെന്ന് നിനക്കറിയാമോ? Forgive me, but do you know, Sister Alina, what's the spiritual gift that has been given unto you? ഇന്ന് വളരെ മനോഹരമായ ഒരു ഗാനം നീ ആലപിച്ചു. നിന്നിൽ ഒരു കൃപാവരം ഉള്ളതായിട്ട് നീ തിരിച്ചറിയുന്നുണ്ടോ? Do you realize that there is a special gift that has been given unto you? You sung today beautifully. കുറച്ച് ഡീപ്പായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന പലരോട് ചോദിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും ആൻസർ. ഫെബിന് മനസ്സിലായിട്ടുണ്ടോ ഏതാ കൃപാവരം എന്നുള്ളത്? കൃപാവരം ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടത് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ കൃപാവരം ദൈവം തന്നിട്ടുണ്ട്. എത്ര വർഷമായി നാം ഇന്നും ഇത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ പാപ്പരത്വം എത്രയോ ഗൗരവമായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? I do not want to ask the question how many years has it been for that we have come to the saving knowledge, but right at the time that you got saved, the Lord has entrusted into you that spiritual gift. But if you do not realize that, that shows the poverty of our spiritualness. നാം ഈ വിഷയത്തെ പറ്റി കുറച്ചുകൂടെ കാര്യമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ കാര്യം ഒന്നും കൂടെ ചോദിക്കാൻ താല്പര്യപ്പെടുകയാണ്. 6ാമത്തെ കാരണത്തിൽ നിന്ന് കടന്നു വരാം. 6ാമത്തെ കൃപാവരം ഭരിക്കുക എന്നതായിരിക്കുന്ന അർത്ഥമാണുള്ളത്. ഭരിക്കുക. And okay, the next spiritual gift is, it says, the one who leads. ഭരണം എന്നതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം മുമ്പിൽ നിന്ന് നയിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മുമ്പിൽ നിന്ന് നയിക്കുക. So in Malayalam it says the one to rule over, but English has got the lead as its meaning, which as Uncle said has got the core meaning, the one who is in the front and who leads us. ആ വാക്കാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കുന്നത്. മുമ്പിൽ നിന്ന് നയിക്കുക എന്നാണ് ഈ ഭരണം എന്ന വാക്കിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. So leads is the one who stands in front and leads it. നമ്മുടെ കർത്താവിന്റെ ഭൗമികമായ ഈ ഭൂമിയിലെ ജീവിതത്തിൽ താൻ കാണിച്ചുന്ന മാതൃക എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു എന്നാണ് വായിപ്പാൻ കഴിയുന്നത്. So in Gospel of John chapter 10 and verse 4, we read that he is the one who is in the front and leads them out. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വരം അഥവാ ഈ ഭരിക്കുക എന്നാക്കുന്ന വരം പ്രത്യേക നൽകിയിരിക്കുന്നത് ഓരോ സ്ഥലം സഭയുടെയും നേതൃത്വത്തോട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത് നാം വിസ്മരിക്കാൻ പാടില്ല. And we should not forget that leading is a special ability that has been given to the leadership of the assembly. We should not forget it. ഓരോ സ്ഥലം സഭയുടെയും നേതൃത്വത്തിനാണ് കർത്താവിന്റെ ആട്ടിൻകൂട്ടത്തെ നയിക്കുവാൻ ആളിക്കുന്ന വരം കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ളത്.
The Lord has given that special ability to the elders of the assembly to lead the children. ഇവിടെ ഭരണവരം എന്നാണ് വിളിക്കപ്പെടുന്നതെങ്കിലും അതിന് മറ്റൊരു പേര് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പരിപാലന വരം എന്ന് അതിനെ തിരുത്തി വായിപ്പാൻ കഴിയുന്നതാണ്. So if you say rule over in Malayalam, it's more than that. It can be better said shepherding or one who takes care. നമുക്ക് അത്രത്തോളം താല്പര്യമുള്ള ഒരു വാക്കല്ല പരിപാലനം എന്നതാക്കുന്ന വാക്ക്. നമുക്ക് താല്പര്യമുള്ള വിഷയം ഭരണം എന്നുള്ളതാക്കുന്ന വാക്കാണ് നമുക്ക് താല്പര്യമായിരിക്കുന്നത്. We more likely tend to understand the more ruling part rather than the caretaking part of it. നാം മുമ്പിൽ നിന്ന് നയിക്കേണ്ടവരാണ്. We are supposed to be leading from the front. കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത് അങ്ങനെയാണ്. This is how the Lord has set the example for us. ഈ ലോകത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് തെളിയിക്കുകയാണ് ഈ ലോകത്തിന്റെ പ്രമാണം. What is the law of this world is being, guide you from the back. എന്നാൽ ക്രിസ്തീയ പ്രമാണം, ദൈവവചനത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പായി പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ പ്രമാണമായി തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. But the precepts or the command from the scriptures is to lead from the front. ഓരോ സ്ഥലം സഭയ്ക്കും ദൈവം ചില നേതൃത്വത്തെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. All the local assembly, the Lord has raised leaders for them. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവരെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നത്. It is the Spirit of the Lord that has kept them to be in that place. അവരെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. We do not have any reasons to question them. എന്നാൽ അവരുള്ളതായിരിക്കുന്ന കൃപാവരം അവർക്ക് ബോധ്യപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ അധ്യക്ഷരാക്കി ആക്കി വെച്ചിരിക്കുകയാണ്. So they have been, that spiritual gift has been given unto them, and that has been revealed, and the Spirit of God has kept them to be in that particular place. ഈ അധ്യക്ഷന്മാർ മുമ്പിൽ നിന്ന് നയിക്കേണ്ടവരാണ്. These leaders or these elders should be leading from the front. എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാ വിഷയത്തിനും മാതൃകയാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. So when you say leading from the front, you should be an example in all the spheres. എല്ലാവരുടെയും നോട്ടം നമ്മുടെ മേലായിരിക്കും. All of the people would be looking up to them. എനിക്ക് രണ്ട് കണ്ണുകളേ ഉള്ളൂ. I have got only 2 eyes. ഇപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 21 പേര് കയറിയിട്ടുണ്ട്. 21 ആളുകൾ, 21 ഡിവൈസസ് കയറിയിട്ടുണ്ട്. ഈ 21 ഡിവൈസസ് ആണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ മാത്രമാണ്. So, there are 21 devices. This 21 devices are viewing unto uncle. He is the one who is leading this. പ്രിയപ്പെട്ട വിശേഷ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നമ്മിൽ ഉള്ളതുപോലെ ഉത്തരവാദിത്വം മറ്റാരിലുമില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടവരാണ്. It is something we need to understand very importantly, that we've got more responsibility than any other. ഒരു സഭാ നേതൃത്വം എന്ന് പറഞ്ഞാൽ ധാരാളം യോഗ്യത നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. A person or the person who is leading means has got to have many abilities within that person. ഇതിന് മുമ്പ് എടുത്തതായിരിക്കുന്ന ഒരു ക്ലാസ്സിൽ മൂപ്പന്മാരുടെ യോഗ്യതയെ സംബന്ധിക്കുന്ന ഏതാണ്ട് 5 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. I don't remember how much of you remember, but when we looked into the qualifications of elders, we looked into around 5 spheres of qualifications. Number 1, വ്യക്തിപരമായ യോഗ്യത. Firstly, personal qualification. Number 2, കുടുംബ യോഗ്യത. Secondly, your qualification from your home. 3, ഉപദേശപരമായ യോഗ്യത. Thirdly, your doctrinal qualification. 4, ആത്മീയ പക്വതയുടെയും പ്രായത്തിന്റെയും യോഗ്യത. Fourthly, your spiritual maturity and of age. 5, സാമൂഹ്യ യോഗ്യത. And fifthly, your social qualification. ഇത് മൂന്നും തീമോഥെയോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാം അധ്യായത്തിന് 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളിലും തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും ഈ വാക്കുകൾ കാണാൻ കഴിയുന്നുണ്ട്. And these are things that you would find from the first book of Timothy chapter 3 and the second chapter of Titus. No. 1 Timothy chapter 3 verses 1 to 7.
1 to 7, 1 Timothy chapter 3 verses 1 to 7. Titus And chapter 1 verse 6 to 9. Titus chapter 1 verse 6 to 9. Yes. ഈ 5 തരം യോഗ്യത തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് പരിപാലന വരമായി ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. Only the ones who have been having this 5 kinds of qualification have been given the caretaking responsibility, and that is to ഈ lead. ഈ ഒരു ശുശ്രൂഷയ്ക്ക് മാത്രമേ തിരുവഴുത്തിൽ അവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി കാണണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. Only this ministry has been rendered to be given double honor. ഡബിൾ ഹോണർ, ഇരട്ടി മാനം. It's double honor, the one who does this ministry. ബൈബിളിൽ വേറെ ഒരു ശുശ്രൂഷയ്ക്കും അത് പറഞ്ഞിട്ടില്ല. There is no other ministry that has been given with this kind of an accolade. അത് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതായതുകൊണ്ടാണ് തിരുവഴുത്ത് അങ്ങനെ വായിപ്പാനായിട്ട് കഴിയുന്നത്. The scripture considers is that important is the reason why it has been blessed with the double honor. നാം മുമ്പിൽ നിൽക്കുമ്പോൾ, ജനത്തിന്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നാം മാതൃകയുള്ളവരായിരിക്കണം എന്നുള്ളത് തിരുവഴുത്ത് നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. The scripture says as you stand in front of his children that you should be able to lead with that example. നാം തിരുവഴുത്ത് പരിശോധിച്ച് വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരുന്ന മോശ ജനത്തിന് മുമ്പാകെ നിന്നതായ കാഴ്ച നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. When you look into the scriptures, we see the servant of God Moses leading the children of Israel. ഈ ജനത്തിന്റെ മുഴുവൻ കരച്ചിലും ചോദ്യത്തിനും മോശ മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ. And that Moses had to give an answer for all of the cries of children of Israel and all of their questions. ഒരുപാട് കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട്, പക്ഷെ ഞാൻ സമയത്തിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. There are many things coming through my mind, but due to the lack of time, I can't get into them right now. നിങ്ങൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കണം. You should go back to Exodus chapter 14. ഇപ്പം മുഴുവൻ എടുത്ത് വായിക്കാൻ സമയമില്ലെങ്കിൽ ഒന്നിന്റെ കാര്യങ്ങൾ പറയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം ചെങ്കടല് വിഭാഗിക്കപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. And as you see here in Exodus chapter 14, the context is the crossing of Red Sea. അവിടെ വായിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. അതായത് ഈ ജനത്തോട് മുമ്പോട്ട് പോകാനായിട്ട് പറയുന്നു, ചെങ്കടലാണ് നിൽക്കുന്നത്, ഈ ജനത്തിന് മുമ്പോട്ട് പോകാനായിട്ട് കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. So, they have to go ahead, but there is Red Sea. The Lord is saying, move ahead, but they can't lead it because of the Red Sea. This is the situation. 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിയേ. Chapter 14 and verse 13, what does it say? മോശ ജനത്തോട് പറയാണ്, ഭയപ്പെടേണ്ട. Moses is saying to the people, do not be afraid. ഭയപ്പെടുമോ അവിടെ? Do we? ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഭയപ്പെടാതിരിക്കുമോ അവിടെ? If at all we say do not be afraid, is that a situation that they will not be afraid of? ഉറച്ചു നിൽപ്പീൻ, ഇന്ന് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള രക്ഷ കണ്ടുകൊള്ളുവീൻ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞു. And stand still and see the salvation of the Lord, which he will accomplish for you today. For the Egyptians of whom you see today, you shall not see them forever. എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം അതൊന്നുമല്ല. What is making me think is not all of any of these. 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കി. For chapter 14 and verse 15. അപ്പോൾ യഹോവ മോശയോട്. And then the Lord said to Moses. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്. And this is what the Lord said to Moses then. എന്താ പറഞ്ഞത്? What നീ does he say? എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ഒരു ചോദ്യചിഹ്നമാണ്. നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? The question mark to Moses from the Lord, why do you cry to me? മോശ പിന്നെ ആരോടാ നിലവിളിക്കണ്ടേ? Then whom will he cry out to? മോശ ആരോട് നിലവിളിക്കണം? Whom can he or whom should he ദൈവം cry out ചോദിക്കുക, to? എന്നോട് നിലവിളിക്കുന്നത് എന്ത്? And the Lord is asking, why are you crying out to me? ഇനി മുമ്പോട്ട് പോവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. And he says, tell the children of Israel, go forward. മുമ്പോട്ട് പോകാൻ മോശ പറഞ്ഞാൽ ഒരൊറ്റ ഇസ്രായേലിനെ വെള്ളത്തിലേക്ക് ഇറങ്ങുമോ? Would anybody lead and go into the water even if Moses commands them to? പിന്നെ നമ്മൾ എന്താ വായിക്കുന്ന അറിയാമോ? അവിടെ You know വായിക്കുന്നത് what? വടിയെടുത്ത്
നിന്റെ കൈ കടൽമേലെ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തൂടെ കടന്നു പോകും. Verse 16, but lift up your rod and stretch your hands over the seas and divide it, and the children of Israel shall go on the dry land through the midst of the sea. മോശ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യൻ. Moses is a very ordinary man. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിപ്പിക്കുന്നവനാണ് നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം. The one whom we trust, this mighty God, can make and work through ordinary people extraordinary things. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് അതിരിക്കുന്നു. And that is something that is to be specifically considered. മുമ്പിൽ നിന്ന് തെളിക്കുക, നയിക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യതയുള്ളതായി തിരുവെഴുത്തമ്മയെ ഓർമ്മിപ്പിക്കുന്നു. It is very, very important, and the scriptures gives that importance to be able to lead from the front. അടുത്ത കാര്യം ശ്രദ്ധിക്കുക, ഏഴാമത്തെ കാര്യം കരുണ ചെയ്യുക എന്നുള്ളതാണ്. Now come back to Romans chapter 12. We look into the seventh gift, which is to show mercy. അവിടെ കരുണ ചെയ്യുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു സഹതാപം കാണിക്കാനുള്ള അർത്ഥത്തിലല്ല. It is not just to show empathy that it is mentioned over there. ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിന്റെ ഒരു പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് കഴിയണം. And you should be able to render the mode of love through the heart in a situation. ഇവിടെയും സമരിയക്കാരന്റെ ഉപമയാണ് ഏറ്റവും സൂട്ടബിൾ ആയിരിക്കുന്ന ഉപമ. Here again, the example of the Samaritan is most apt. അല്ല രാജുങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ യേശു സമരിയക്കാരന് പഠിപ്പിക്കുകയായിരുന്നു കർത്താവിന്റെ ലക്ഷ്യം? Was the perspective of the Lord when he explained this Good Samaritan, was he trying to say that I am the Good Samaritan? സമരിയക്കാരന്റെ ഉപമയിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം എന്താ? What is the lesson that we learned from Good Samaritan? എന്താ സ്റ്റെഫിൻ ഓക്കെ, എന്താ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ സമരിയക്കാരന്റെ ഉപമയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? What is the most important lesson that we learn from the parable of the Good Samaritan? മറ്റുള്ളവരെ കരുതണം, സഹായിക്കണം. എന്നാൽ സമരിയക്കാരുടെ ഉപമയിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഓക്കെ, എന്താണല്ലോ സിസ്റ്ററെ, സമരിയക്കാരുടെ ഉപമയിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താ? മറ്റുള്ളവരോട് കരുണ ചെയ്യണം, മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ഇനി ആരോട് ചോദിക്കേണ്ടത്? തോന്നുന്നത് ചോദിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ലല്ലോ. പ്രായത്തിൽ വളരെ മൂത്തതാണെങ്കിലും ചോദ്യത്തിനകത്ത് വലിയ മൂപ്പില്ലല്ലേ? വിശ്വസിക്കുക. ഓക്കെ, എന്താണ് സമരിയക്കാരുടെ ഉപമയിൽ നിന്ന് കർത്താവ് പഠിപ്പിക്കുന്ന പാഠം? What is the lesson that the Lord teaches you through the parable of Good Samaritan? നിനക്ക് കരുണ കാണിക്കാൻ നിനക്ക് ചാൻസ് ഉള്ളപ്പോ നീ കരുണ കാണിക്കണം. കരുണ കാണിക്കാൻ അവസരമുള്ളപ്പോൾ കരുണ കാണിക്കണം. Sometimes out of the way you need to show. അഥവാ യേശു നല്ല സമരിയക്കാരൻ എന്ന് പഠിപ്പിക്കുകയായിരുന്നു. സമരിയക്കാരനോട് ഉപമിക്കുന്നത് ആരെയാണ്? കർത്താവിനെയാണല്ലോ, അല്ലേ? സാധാരണ എങ്ങനെയല്ലേ? Normally we compare the Good Samaritan with the Lord, but what was that the purpose of the Lord in teaching about the parable of Good Samaritan? കർത്താവിന്റെ സ്വഭാവം അവിടെ മാനിഫെസ്റ്റ് ചെയ്തു. കർത്താവിന്റെ സ്വഭാവമൊക്കെ ഞാൻ സമ്മതിച്ചു, അത് ശരിയാണ്. പക്ഷെങ്കിൽ നമ്മുടെ കർത്താവായ യേശുവാണ് നല്ല സമരിയക്കാരൻ എന്നല്ലേ അവിടെ പഠിപ്പിക്കുന്നത്? ആണോ? Normally we tend to believe, or we tend to teach the Good Samaritan is the Lord Jesus Christ. വാസ്തവത്തിൽ കർത്താവ് പഠിപ്പിച്ചത് എന്താ? കരുണ കാണിക്കാൻ ബൗണ്ടറീസ് പാടില്ല, കരുണ കാണിക്കാൻ അതിർവരമ്പുകൾ പാടില്ല. പോളിൻ, അത് രണ്ട് ലെവലിലാണ്. ക്രിസ്തുവിനെ പറ്റി പറയുമ്പോഴും ശമര്യക്കാരനെ പറ്റി പറയുന്നതും അത് രണ്ട് ലെവലിലാണ്. അത് ശമര്യക്കാരന്റെ ലെവൽ എന്ന് പറയുന്നത് ഗോ ബിയോണ്ട് യുവർ കംഫർട്ട് ലെവൽ. നമ്മുടെ കംഫർട്ടിനെ വിട്ടുകൊണ്ട് നമ്മളൊരു കരുണ കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ശമര്യക്കാരന്റെ കാര്യത്തിൽ വരുന്നത്.
എന്നാൽ ക്രിസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിനെ തന്നെ നൽകിയിട്ടാണ് അവിടെ കരുണ കാണിക്കുന്നത്. ക്രിസ്തുവിനെ നൽകിയെന്നുള്ളത് ശരിയാണ്. എന്നാൽ ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പാഠം എന്താ? What is the lesson? നമ്മുടെ കംഫർട്ട് ലെവലിന്റെ ബിയോണ്ട് ആ കംഫർട്ട് ലെവൽ നമ്മൾ പോയി നമ്മൾ കരുണ കാണിക്കണം എന്നുള്ളതാണ് അമേരിക്കാരന്റെ കഥയിലൂടെ പഠിപ്പിക്കുന്നത്. യെസ്, കരുണ കാണിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ആ വാക്കിന്റെ ആശയം ഏതാണ്? വാസ്തവത്തിൽ നീയാണ് ഇത് പഠിക്കാൻ ശ്രമിക്കുന്ന നാമാണ് നല്ല ശമരിയക്കാരനാകുക എന്ന് കർത്താവ് പഠിപ്പിച്ചത്. നാം ഓരോരുത്തരുമാണ് നല്ല ശമരിയക്കാരൻ, കർത്താവ് അല്ല കേട്ടോ. It is what the Lord is trying to emphasize here to teach us is that it is not the Lord who is the Good Samaritan, that we who are the hearers should be the Good Samaritans. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാൻ ദൈവം നൽകുന്ന വരത്തെയാണ് കരുണ ചെയ്യുക എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. Tony, you're muted. Tony, mute ആണേ. Sorry. The ability that the Lord gives you to be able to help the needy in the right manner is what is being understood here as being showing mercy. Yeah. നാം ഇപ്പോൾ 7 കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്പർ 1, 1 പ്രവചനം, 2 ശുശ്രൂഷ, 3 ഉപദേശം, 4 പ്രബോധനം, 5 ദാനം ചെയ്യുക, 6 ഭരിക്കുക, 7 കരുണ ചെയ്യുക. So we'll ponder upon the 7 sustaining gifts here. 1 is prophecy, ministry, teaching, exhortation, giving, leading, and showing mercy. Okay. ഇനി 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നോക്കുക. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 1 Peter chapter 4 verse 11. 4 verse 11. അവിടെ 2 പദം, ഈ 7 എണ്ണത്തെ നാം രണ്ടായിട്ട് തിരിക്കാൻ പോവുകയാണ്. And this 7 is classified into 2. നിങ്ങൾ ആ വാക്യം നോക്കിയാൽ 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. പ്രസംഗിക്കുക, ശുശ്രൂഷിക്കുക. So it says, if anyone who is able to speak as the oracle, let him speak. If anyone ministers, let him do it to the ability that the Lord supplies. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ, if one speaks, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ, if one ministers, രണ്ടായിട്ട് ഈ 7 കൃപാവരങ്ങളെ തിരിക്കാൻ പോവുകയാണ്. This 7 sustaining spiritual gifts is going to be classified into 2. ഈ 7 എണ്ണം ഒന്ന് എഴുതി വെക്കാമോ? 7 എണ്ണം നിങ്ങളുടെ പേപ്പറിൽ, നിങ്ങൾ നോട്ട് എഴുതുന്ന ബുക്കിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടല്ലേ, ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്. ഈ 7 കൃപാവരങ്ങൾ ഒന്ന് എഴുതി വെക്കുക. അതിനെ രണ്ടായിട്ട് തിരിക്കാൻ പോവുകയാണ്. We're going to classify the 7 sustaining gifts into 2. So write down the 7 spiritual gifts. 1 പ്രവചനം, 2 ശുശ്രൂഷ, 3 ഉപദേശം, 4 പ്രബോധനം, 5 ദാനം ചെയ്യുക, 6 ഭരിക്കുക, 7 കരുണ കാണിക്കുക. So 7 are prophecy, ministry, teaching, exhortation, giving, leading, showing mercy. ഇതിൽ പ്രബോധനത്തോട് ഇതിൽ പ്രസംഗത്തോട് ബന്ധപ്പെട്ട എത്ര കാര്യങ്ങളുണ്ട്? So in regards to this, how many of them can be classified as the one who speaks or preaching? നിങ്ങൾ ആ വാക്ക് നോക്കണം. 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ 2 പദപ്രയോഗം കണ്ട്, പ്രസംഗിക്കുന്നുവെങ്കിൽ, ശുശ്രൂഷിക്കുന്നുവെങ്കിൽ. ഈ 7 എണ്ണത്തിൽ പ്രസംഗത്തോട് ബന്ധപ്പെട്ട എത്ര എണ്ണം ഉണ്ട്? So 1 Peter chapter 4 and verse 11, you see that 2 specification. 1, the one who speaks, and the one who ministers. So we are trying to classify the 7 sustaining gifts into the 2 categories of speaking and ministering. Number 1 പ്രവചനം, 1 prophecy, which number 2 ഉപദേശം, second is doctrine. Sorry. Number 3 പ്രബോധനം, exhortation. Third is exhortation. ഈ 3 വാക്കുകൾ അല്ലെങ്കിൽ ഈ 3 കൃപാവരങ്ങൾ പ്രസംഗത്തോട് ബന്ധപ്പെട്ടതാണ്. പ്രസംഗത്തോട് ബന്ധപ്പെട്ടതായ 3 കൃപാവരങ്ങൾ. Prophecy, doctrine, exhortation is in the category of speaking or preaching. നാം അത് ചെയ്യുന്നവരാണല്ലോ.
we are somebody who does that. നാം പ്രസംഗിക്കുന്നുവെങ്കിൽ If we preach, പത്രോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? what does Peter say? ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും. And that you should speak as the oracles of God. വളരെ ഗൗരവമായി എടുക്കേണ്ടതായ ഒരു കാര്യമാണ്. നാം പ്രസംഗിക്കുന്നു എങ്കിൽ അത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. If we preach, we are establishing or proclaiming the oracles of God. പ്രസംഗിക്കുന്നയാളുടെ ഉത്തരവാദിത്വവും പ്രസംഗം കേൾക്കുന്നയാളുടെ ഉത്തരവാദിത്വവും ഈ രണ്ട് വാക്കുകൾ വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തിൽ ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. It is very, very important to the one who preaches, the one who listens, that you should be able to understand in this mindset or attitude. എന്താ പ്രസംഗിക്കുന്നവന്റെ ഉത്തരവാദിത്വം? What is the responsibility of the one who preaches? ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. And I am proclaiming the oracles of God. ഇതൊരു ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ പറയുക എന്ന് പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല. It is not a mere small thing to establish or proclaim the oracles of God. ഞാൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അത് മുഴുവൻ എന്നെ നിഷിദ്ധമാണ്. And if I am the one who is proclaiming the oracles of God, that is a great responsibility, and I am completely responsible for doing that. എന്താണത് കേൾക്കുന്നയാളിനെ കുറിച്ചുള്ള മനോഭാവം? What is the mindset of the one who hears the oracles of God? നാം കേൾക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. That we are hearing the oracles of God. ഇത് രണ്ടിനും തുല്യ പ്രാധാന്യതയാണുള്ളത്. Both of them has got equal importance. എന്നാൽ പല ശുശ്രൂഷകളും, നിങ്ങൾ എന്നെ കുറ്റം വിധിക്കില്ല ഞാൻ വിചാരിക്കുന്നു, എന്നാൽ പല ശുശ്രൂഷകളുടെയും പിന്നിൽ യാതൊരു ഒരുക്കവുമില്ലാതെ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ പ്രാധാന്യത ചിന്തിക്കാതെ, മനസ്സിലാക്കാതെ, പ്രവർത്തിക്കാതെയാണ് പല ശുശ്രൂഷകളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞാൽ അതിനൊട്ടും അതിശയോക്തിയില്ല. There is no surprise if I were to say this. Many of the ministries, not understanding that this is the proclamation of the oracle of God, is being done with not much of preparedness or much of being receiving from the Lord. പ്രിയപ്പെട്ടവരെ, എത്രയോ സമയങ്ങൾ ഒരു പ്രസംഗത്തിന്റെ പിന്നിൽ ഞാൻ നിങ്ങൾ മാറ്റിവെക്കണമെന്നുള്ളത് അറിയാമോ? Do you really understand how much of time that you and I need to put in to be able to prepare for a message? ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ, ദൈവജനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വചനവുമായി തുറന്നു വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുക, വായി പറഞ്ഞ് വിളിച്ചു പറയുക എന്നുള്ളതല്ല വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. The word ministry is not standing in front of the children of God and just speak or blabber out what comes to your mind or mouth. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കഴിവും പ്രാപ്തിയും പ്രകടിപ്പിക്കുന്ന വേദിയല്ല പ്രസംഗവേദി എന്ന് പറയുന്നത്. The preaching or ministering from the word of God is not a place to show your ability or talent. അത് ദൈവത്തിന്റെ അരുളപ്പാടിൽ പ്രസ്താവിക്കുന്നതായ സ്ഥാനമായിട്ട് അതിനെ കാണേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. It is very important that you give the due importance and reverence to the place that you stand, because you're standing there to proclaim the oracles of God. ഇവിടെയും കാണുന്ന ഏഴ് കൃപാവരങ്ങളിൽ 3 പ്രസംഗത്തോട് ബന്ധപ്പെട്ടതാണ്. Here the 7 in Romans chapter 12 that you see, the 7 sustaining gift, the 3 of them are in relation to the speaking or preaching ministry. തുടർന്ന് വരുന്ന 4 ശുശ്രൂഷയോട് ബന്ധപ്പെട്ടതാണ്. And the remaining 4 are in regards to ministering. അല്ലെങ്കിൽ അതൊരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയായിട്ട് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. But you can put it in this way. These are things that needs to be done or put it in action. ഏതൊക്കെയാണത്? Which are those? Number 1 ശുശ്രൂഷ. 1 is ministry. Number 2 ദാനം ചെയ്യുക. Second, to give. Number 3 ഭരണം നടത്തുക. Thirdly, to lead. Number 4 കരുണ ചെയ്യുക. And number 4, to show mercy. ഈ 7 കൃപാവരങ്ങളെ നാം രണ്ടായിട്ട് തിരിക്കുന്നു വീണ്ടും. And we classify the 7 sustaining spiritual gifts into 2.
ഒന്ന് പ്രസംഗത്തോട് ബന്ധപ്പെട്ടത്, രണ്ട് ശുശ്രൂഷയോട് ബന്ധപ്പെട്ടത്. One regarding to the preaching or speaking ministry, second in regards to ministering, that is really doing that into action. ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ 7 കൃപാവരങ്ങൾ നമുക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്. Till the time the rapture or the church is taken away, these are the 7 sustaining gifts that the Lord has given. ഇത് 7-ൽ ഏതാണ് എന്നെ ഏൽപ്പിച്ചെന്നുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കുവാൻ ഇടയായി തീരട്ടെ. It should rule over our mind, which out of this 7 has been given unto me or entrusted in me. 3 കൃപാദാനങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. There are 3 spiritual men that the Lord has given unto us. അങ്ങനെ 10 കൃപാവരങ്ങൾ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ ദൈവസഭയുടെ മുകളിൽ അല്ലെ ദൈവസഭയ്ക്കായിട്ട് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നവയാണ്. So in total 10 of the spiritual gifts has been given unto the children, unto the local assembly, till the church is been raptured or taken away. അലിന ശ്രദ്ധിച്ചോണം, 2 അടിസ്ഥാന വരങ്ങൾ. Please bear in mind 2 foundational gifts. ഏതൊക്കെയാണത്? Which are those? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. The apostles and the prophets. ഇനി 3 കൃപാദാനങ്ങൾ. And there are 3 gifted men. സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. Evangelists, pastors and teachers. 3 കൃപാദാനങ്ങൾ. 3 gifted men. ഇതിന്റെ വേദഭാഗം ഏതാണ് അലീന? Which is the scripture portion for this? Ephesians. എഫേസ്യർ 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ചോദിച്ചാൽ എന്റെ സമയമാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. എഫേസ്യർ 4:11. ഓക്കെ, അപ്പൊ 2 അടിസ്ഥാന വരങ്ങൾ, 3 കൃപാദാനങ്ങൾ, 5. So 5 in total, 2 foundational gift and 3 gifted men. തുടർന്ന് വരുന്ന 1 Corinthians 12-ാം അധ്യായത്തിലാണ് അവിടെ 9 കൃപാവരങ്ങളെ പറ്റി വായിക്കുന്നത്. And then we come to 1 Corinthians chapter 12. There we see about 9 spiritual gifts. ആ 9 കൃപാവരങ്ങളും താൽക്കാലികമാണ്. And 9 spiritual gifts which is mentioned in there are temporary ones. Temporary gift, താൽക്കാലിക വരങ്ങൾ. And 9 of them are spiritual, 9 of them are temporary spiritual gifts. നാം അതെല്ലാം വിശദമായി പഠിച്ചതാണ്. പൂർണ്ണമായി വന്നപ്പോൾ അംശമായി നീങ്ങിപ്പോയ 9 എണ്ണത്തെ കുറിച്ചാണ് അവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്. We looked into 9 of them. When the perfect one has come, the one which were in part all vanished or been taken away. അടിസ്ഥാന വരങ്ങളും കൃപാദാനങ്ങളും താൽക്കാലിക വരങ്ങളോട് കൂട്ടി 9 5 14 വരങ്ങൾ. So in total it is 14, the foundational gift, the gifted men and the temporary gifts totaling up to 14. അതായത് 3-ാമത്തെ സെക്ഷൻ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. And third, you find Romans chapter 12 verses 6 to 8. അവിടെ നിലനിൽക്കുന്ന 7 കൃപാവരങ്ങൾ. Then you read about the sustaining spiritual gifts. അതുകൊണ്ട് ബൈബിൾ വെളിപ്പെടുത്തുന്ന, പുതുനിയമം വെളിപ്പെടുത്തുന്ന ആകെ കൃപാവരങ്ങൾ 21 എണ്ണം. So in total, the one that the scripture reveals unto us is 21 spiritual gifts. ആ 21 എണ്ണത്തിൽ 2 എണ്ണം അടിസ്ഥാന വരങ്ങളാണ്. And out of the 21, 2 are the foundational gifts. 3 എണ്ണം കൃപാദാനങ്ങളാണ്. And 3 of them are these gifted men. 9 എണ്ണം താൽക്കാലിക വരങ്ങളാണ്. And 9 are temporary gifts. ഏറ്റവും അവസാനം പറഞ്ഞ 7 എണ്ണം നിലനിൽക്കുന്ന വരങ്ങളാണ്. And the last 7 are the sustaining spiritual gifts. സഭാകാലയളവ് വരെ ഈ 7 കൃപാവരങ്ങളും 3 കൃപാദാനങ്ങളും നിൽക്കുന്നതാണ്. And till the time the church is taken or being raptured, this gifted men, the 3 gifted men and the 7 sustaining spiritual gift will be there. ഇതാണ് കൃപാവരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സാരമായ അന്വേഷണ പഠനം എന്ന് പറയുന്നത്. And this is the basic understanding of the spiritual gifts in a short way. എന്റെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. എന്നാൽ ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദയവേത് ആരും ഇപ്പോൾ ലീവ് അടിക്കരുത്. So my time is over. I just want to extend for another 10 minutes. Please don't leave now. Okay.
റൈറ്റ്. ഇനി കൃപാവരങ്ങളുടെ ഉപയോഗത്തെ പറ്റി ചില കാര്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ്. വിശദീകരിക്കത്തില്ല, ഞാൻ ചില കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു പോകാം. I just want to mention a few things about the usage of spiritual gift. Will not explain much. എനിക്കുള്ള കൃപാവരത്തെ പറ്റി ഞാൻ തിരിച്ചറിയണം. I should be able to recognize what is the spiritual gift given unto me. അത് ദൈവത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കണം. That I should be able to use it for God. ദൈവത്തിനായിട്ട് ഞാൻ അത് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ അതിനെ തിരിച്ചറിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. If I were to use it for God, I should be able to first know what is that is given unto me. തീർച്ചയായിട്ടും ഞാൻ അത് അറിഞ്ഞേ മതിയാകുകയുള്ളൂ. I should be able to know what is the spiritual gift given unto ഞാൻ me. വിശദീകരണം കൂടാതെ ഒരു 7 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് കുറിച്ച് വെക്കണം. Please make a note. Without much explanation, I'm going to give you 7 points. നമ്പർ 1, വരങ്ങൾ സംബന്ധിച്ച ഉപദേശത്തിൽ നാം ബോധവാന്മാരാകണം. We should be aware about the doctrines of the gifts that is being given unto us. ഇതൊരു ഉപദേശ വിഷയമാണ്. This is a doctrinal subject. ഈ ഉപദേശ വിഷയം വളരെ ഗൗരവമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം. We should be able to understand it with much seriousness. ഒരു ഉപദേശ വിഷയം നാം പഠിക്കണമെങ്കിൽ If you were to study a doctrinal subject, 3 കാര്യങ്ങൾ അടിസ്ഥാനമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം. 3 foundational things that you should know. നിങ്ങൾക്കറിയാമോ ഏതൊക്കെയാണെന്ന്? Do you know what it is? ഒരു ഡോക്ടറിനൽ സബ്ജക്ട്, ഒരു ഉപദേശ വിഷയം പഠിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നാം അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. So to study a doctrinal subject, you should fundamentally know 3 things, basic things. നമ്പർ 1, Firstly, നമ്മുടെ കർത്താവ് ഇതിനെ പറ്റി എന്ത് പറഞ്ഞു? what did the Lord say about this? നമ്പർ 2, അപ്പോസ്തലന്മാർ ഈ കാര്യത്തിൽ എന്ത് അഭിപ്രായപ്പെട്ടു? What was the talk or advice by the apostles on the matter? നമ്പർ 3, ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് എന്ത് പരാമർശിച്ചിരിക്കുന്നു? And what is being said about this in the epistles? ഈ 3 കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരു ഉപദേശമായിട്ട് നാം അംഗീകരിക്കുന്നത്. This is the foundational 3 bases on which you establish or understand a doctrinal subject. ഈ 21 കൃപാവരങ്ങളിൽ ചിലതൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചെയ്തു തീർത്തതായ പ്രവൃത്തിയായിട്ട് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. So out of this 21 spiritual gifts, you can see certain things is something that the Lord has done and completed it. നമ്മുടെ കർത്താവ് നമുക്ക് കരുണ കാണിച്ചവനാണ്. The Lord is the one who shown mercy unto us. കർത്താവ് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തവനാണ്. The Lord is the one who ministered for us. അങ്ങനെ പല കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. There are many things that the Lord has done for us. അതുകൊണ്ട് ഈ ഉപദേശ വിഷയം നാം മനസ്സിലാക്കുമ്പോൾ നാം അതിൽ പൂർണ്ണമായും ബോധവാന്മാരായിരിക്കണമെന്ന് നാം ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടും. One thing we should be understand this much seriousness, and there should be that awareness about this subject in our midst. രണ്ടാമത്തെ കാര്യം, Second thing. കാര്യങ്ങൾ അവിടെ ഉണ്ട്, ഞാൻ ചില കാര്യങ്ങൾ വിട്ടു മുമ്പോട്ട് പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, Second thing, നമുക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങൾ ഏതാണെന്ന് നാം അറിയണം. that we should be able to recognize what is the spiritual gift given unto us. എങ്ങനെ അറിയാൻ പറ്റും? How do we know it? നമുക്ക് ലഭിക്കുന്ന കൃപാവരങ്ങളെ പറ്റി നമ്മുടെ അറിവ് എങ്ങനെയാണ്? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? How do we know what is the spiritual gift that is given unto നമുക്ക് us? ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ അത് പ്രായോഗികമായി നോക്കുമ്പോഴാണ് നാം അതിനെ തിരിച്ചറിയുന്നത്. So, in a given situation that we are in, how practically it get used is when you will be able to recognize the spiritual gift. ഉദാഹരണം പറഞ്ഞാൽ Example, പാടാൻ കഴിവുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? പാട്ട് പാടാൻ കഴിവുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നത്? how would you know whether you are able to sing? പാടുമ്പോഴേ അറിയത്തുള്ളൂ. പാടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പാടി നോക്കിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. If you only sing, be able to know if you are able to sing or not? നാം 1 പ്രാവശ്യം പാടി, 2 പ്രാവശ്യം പാടി, 3 പ്രാവശ്യം പാടി, ആ പാട്ട് പൊതുജനത്തിന്, പൊതുസമൂഹത്തിന് ആത്മീയവർദ്ധന വരുത്തുന്നുണ്ട് എങ്കിൽ പാട്ട് പാടാനുള്ള കൃപാവരം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. If I've sung once, twice, and thrice, and if that is edifying the one who is hearing it, then that the Lord has given me that special ability to sing. പാടാനുള്ള കൃപാവരം എന്നിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനത് പ്രയോഗിക്കാൻ താല്പര്യപ്പെടുമ്പോൾ 3 ചോദ്യങ്ങൾ ഞാൻ എന്നോട് ചോദിക്കണം.
So when I realize the spiritual gift that has been given unto me, and then when I try to use, there are three things that I should answer that. ഒന്നും കൂടെ പറയാം. പാട്ട് പാടാൻ നമുക്ക് കൃപാവരം ഉണ്ടെങ്കിൽ നാം പാടി നോക്കുക. എന്നാൽ നാം പാടി നോക്കുമ്പോൾ നാം നമ്മോട് തന്നെ 3 ചോദ്യങ്ങൾ ചോദിക്കുവാൻ ബാധ്യസ്ഥരാണ്. So if singing is an ability given to us and we recognize it, so there should be 3 questions that we should answer to ourselves before we start using that. Number 1, എനിക്ക് ഇതിന് താല്പര്യമുണ്ടോ? Do I have an interest in this? എനിക്ക് ഇതിൽ താല്പര്യമുണ്ടോ? Do I have an interest in this? 2, എനിക്കിത് കഴിയുമോ എനിക്കിത്? എനിക്ക് കഴിവുണ്ടോ? Am I able to do it? 3, ഞാൻ ചെയ്തത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്നുണ്ടോ? Is it beneficial for others as I do it? ഈ 3 കാര്യങ്ങളിൽ യെസ് എന്നാണ് മറുപടിയെങ്കിൽ ആ കൃപാവരം എന്നിലുണ്ട്. ഞാൻ ആ കൃപാവരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിനായിട്ട് അത് നാം ഉപയോഗിക്കണം. So if the answer to these 3 questions is an S, then you should understand it is a gift that is given unto you and you should work towards it. മൂന്നാമത്തെ കാര്യം, Third thing, നാം ദൈവികമായ സഭയുടെ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കണം. we should be able to give the importance to the gathering of the saints. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ദൈവോന്മുഖമായ കൂട്ടായ്മ, മനുഷ്യോന്മുഖമായ കൂട്ടായ്മ. കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. So the fellowship is with the Lord and with his people. The Lord has said, without him you can't do anything. നാം അവരോടുള്ള കൂട്ടായ്മയിൽ വസിക്കേണ്ടവരാണ്. We should be residing or be in fellowship with the Lord. Number 1, വരങ്ങൾ സംബന്ധിച്ച ഉപദേശത്തിൽ നാം ബോധവാന്മാരാകണം. First thing, that you should be aware of the doctrine of the gifts that has been given. 2, നമുക്ക് ലഭിച്ചേക്കുന്ന വരങ്ങൾ അവ എന്താണെന്ന് നാം തിരിച്ചറിയണം. Second thing, we should be aware of what is the spiritual gifts that has been given unto us. 3, കൂട്ടായ്മയ്ക്ക് പ്രാധാന്യത ഉണ്ടാകണം. Thirdly, we should give importance to fellowship. ദൈവത്തോടും മനുഷ്യരോടും ഉണ്ടാകുന്ന കൂട്ടായ്മ, The fellowship with the Lord and with the people. കർത്താവിനോടുള്ള ആ ഹൃദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം നാം. We should be somebody who would cherish that relationship with the Lord. 4ാമത്തെ കാര്യം, നമുക്ക് ഒരു സമർപ്പണ ജീവിതം ഉണ്ടായിരിക്കണം. Fourthly, we should have a submissive life. ഞാൻ 4 വേദഭാഗങ്ങൾ പറയാം. 4 scripture portions that I want to render. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. Romans chapter 12 verses 1 and 2. 1 Corinthians 12-ാം അധ്യായത്തിലെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 1 Corinthians chapter 12 verses 7 to 11. എഫേസ്യർ 4:11. And Ephesians chapter 4 verse 11. 1 പത്രോസ് 4:10-11. And First Peter chapter 4 verse 10 and 11. 1 Peter chapter 4 verse 10 and 11. ഈ 4 വേദഭാഗങ്ങളാണ് കൃപാവരങ്ങളുടെ ലിസ്റ്റ് കാണുന്നത്. And these are the 4 portions that you find the list of the spiritual gifts. ഈ അധ്യായം ആരംഭിക്കുന്ന എല്ലാ ഭാഗത്തും നമുക്കൊരു സമർപ്പണ ജീവിതത്തെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് ആദ്യം സംസാരിക്കുന്നത്. So wherever this chapter starts, all of this talks about a submissive Christian life. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യപ്പെട്ടതായ കാര്യമാണ് ഒരു സമർപ്പണ ജീവിതം നമുക്ക് ഉണ്ടായിരിക്കുക എന്നത്. That is why it is very important that you should have a committed, submissive Christian life. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൃപാവരത്തിന്റെ ഉപയോഗത്തിനായിട്ടുള്ള ആത്മീക ഗുണങ്ങൾ നാം വളർത്തിയെടുക്കേണ്ടവരാണ്. That we should be able to enhance the ability so that the spiritual gifts can be used. എനിക്കൊരു കൃപാവരം ഉണ്ടെങ്കിൽ ആ കൃപാവരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ എന്നിൽ വളർത്തിയെടുക്കുവാനിടയായി തീരണം. So if I have a spiritual gifts, then I should be able to ensure the other things which is needed for the growth or the utility of that spiritual gift is been taken care of. 6ാമത്തെ കാര്യം, കൃപാവരങ്ങളുടെ ഉപയോഗം നാം ഉത്സാഹത്തോടെ ചെയ്യേണ്ടതായിരിക്കുന്നു. And that 6thly, you should be able to do or minister the spiritual gift with much enthusiasm. നമ്മുടെ ഉത്സാഹം എങ്ങനെ ഇരിക്കുന്നു?
how enthusiastic are we in being able to do it? കൂടുതലായിട്ട് ഏഴാമത്തെ കാര്യം, നാം Seven, ഏകാഗ്രതയോടുകൂടെ ഇത് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. we should be able to do that with single-minded determination. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്കോടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. I want to conclude it here. ദൈവമായ കർത്താവ് നമ്മെ ചില കൃപാവരങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. The Lord God has entrusted us few spiritual gifts. നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവസഭയുടെ പൊതു പ്രയോജനത്തിനായി നമ്മിൽ എല്ലാവരിലും ഓരോ കൃപാവരം ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. If we are truly born again, then the Lord God has entrusted a spiritual gift for the edification of the assembly in us. കർത്താവിന്റെ സഭ, ദൈവസഭയുടെ പ്രാധാന്യത തിരിച്ചറിയുന്ന ഓരോരുത്തരും ദൈവസഭയുടെ ആത്മീയവർദ്ധനയ്ക്കായിട്ട് ആ കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. The one who understands the importance of the Church of God, it is much appreciated that the person uses that spiritual gift for the edification of that church. ഇവിടെ ഈ 22 ഡിവൈസസിൽ ഇന്ന് രാത്രി കയറി 22 ഡിവൈസസിൽ 2 പേര് ഡോക്ടർമാരായിട്ടുള്ളതായിട്ടാണ് എന്റെ അറിവ്. ഇനി എത്ര കൂടുതൽ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. 2 പേര് ഡോക്ടർമാരായിട്ടുള്ളത് എനിക്കറിയാം. So out of this 22 devices, I know at least 2 of them are doctors. ഒരു ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും കൃത്യമായി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ആ ശരീരത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന വെളിപ്പെടുത്തണമെന്ന് പൂർണ്ണമായിരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ പൂർണ്ണമായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ്. The entire body is functional to its best when all of the parts of the body functions in an appropriate manner. ഇതേ ചിത്രമാണ് the body of Christ, ക്രിസ്തുവിന്റെ ശരീരമായ സഭയെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നത്. The same analogy is being given unto the body of Jesus Christ, the church. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും അതോരോരോ അവയവങ്ങളോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എല്ലാ കൃപാവരങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ദൈവസഭ ഏറ്റവും ഭംഗിയായ നിലയിൽ മുന്നോട്ട് പോകാൻ കാരണമാകുന്നത്. So our ministry is also attributed to the parts of the body. So when all of the part of the body functions properly is when the church of God also appropriately functions. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പക്കൽ ഏൽപ്പിച്ച കൃപാവരം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടെ ഏകാഗ്രതയോടെ പ്രവർത്തിപ്പാൻ ദൈവം നമ്മോട് വിശേഷാൽ കരുണ കാണിക്കും. May the good Lord give us that mercy, understanding the spiritual gift that has been entrusted unto us, that we use it for the glory of God, for the edification in that single-minded determination. കഴിഞ്ഞ 15 ക്ലാസ്സുകളായിട്ട് കൃപാവരങ്ങൾ എന്നുള്ളതായ വിഷയം ഒരു ആധികാരിക പഠനം നടത്തിയതൊന്നും ഞാൻ അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നു. So in last 15 classes, we've pondered upon spiritual gifts. I won't want to say that it is very authoritative study. എന്നാൽ ഒരു കാര്യം എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ പറയാനായിട്ട് കഴിയും. One thing that I can say with much. കഴിഞ്ഞ 15 ആഴ്ചകളായി എത്രയോ മണിക്കൂറുകൾ ഞാൻ ഈ വിഷയവുമായി ദൈവമുമ്പാകെ ഇരുന്നു എന്നുള്ളത് ഞാൻ സ്തോത്രത്തിനായി ദൈവമക്കളുടെ മുമ്പാകെ അറിയിക്കുക. With much praise, I want to put forth in front of the children of God that I've been able to spend much hours in being able to prepare for this particular topic. ഞാൻ എത്ര സമയം മെനക്കെട്ടു എന്നുള്ളത് പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ചില രാത്രികളൊന്നും ഞാൻ ഉറങ്ങാതെ എന്റെ ബെഡിലേക്ക് പോയി കിടക്കാതെ രാത്രി മുഴുവൻ ഞാൻ ഈ കൃപാവരങ്ങളുമായിട്ട് ഈ മേശയിൽ എന്റെ സെറ്റിൽ ഞാൻ ഇരിക്കാൻ ഇടയായി തീർന്നു. So I don't want to say this to show to you how much I have put in an effort, but to tell you that many a times uncle could not have gone to bed or could not go and lie down, but rather sit there and meditate upon to the word of God in understanding the spiritual gifts. എനിക്ക് വേറെ ചില പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായതായ സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് പോയാൽ ഇവിടെ സമയം കിട്ടാത്തത് കൊണ്ട് പല രാത്രികൾ ഞാൻ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുവാനായിട്ട് ശ്രമിച്ച ഒരു വിഷയമാണ് കൃപാവരങ്ങൾ എന്നുള്ളതായ വിഷയം. Many times because of other commitments, I had to take time off in the night to sit down and prepare for the spiritual gifts. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അത് പ്രയോജനപ്പെട്ടു എന്ന് അറിയുവാൻ ഇടയായാൽ ഞാൻ അങ്ങേയറ്റം സന്തോഷമുള്ളവനാണ്. ദൈവനാമം അതിൽ കൂടെ മഹത്വപ്പെടും, യാതൊരു സംശയവുമില്ല.
At least one of you, if you've been edified, if you have had that encouragement because of this, I am much in gratitude and all praises unto God. നിങ്ങൾക്ക് എനിക്ക് ലഭിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും എല്ലാ സഹകരണത്തിനും ഞാൻ ദൈവമുമ്പാകെ നന്ദി അറിയിച്ചുകൊണ്ട് കൃപാവരങ്ങൾ എന്നുള്ള ഈ സബ്ജക്ട് താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കും. So thanking you for all your prayers and all your supports, and with all godliness, would like to stop over here this topic of spiritual gifts for these classes. ദൈവം അനുവദിച്ചാൽ അടുത്ത 1-2 ക്ലാസ്സുകൾ കൂടി ഉണ്ടാകും. അത് കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 15-ഉം 16-ഉം അധ്യായങ്ങളായി. So God willingly, we'll have another few classes with regards to 1 Corinthians chapter 15 and 16. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ 15 ആഴ്ചകളിലും കടന്നു വന്ന് ദൈവവചനം പഠിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, നന്ദി പറയുന്നു, വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും ഉപരി ഈ 14 ക്ലാസ്സും ട്രാൻസ്ലേറ്റ് ചെയ്ത ടോണിയോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും. May the name of the Lord be glorified. Thanking for all the 15 people who have attended all the 15 odd classes, and may it be only for the glory of God, and it would be an help for everyone who been participated, and in that way glorify God. May his name be glorified. ഒരു ക്ലാസ് ട്രാൻസ്ലേറ്റ് ചെയ്ത രാജുവങ്കളാണ്. രാജുവങ്ങളോടും പ്രത്യേകമായ നന്ദി അറിയിക്കും. One of the class was translated by Raju uncle, and thanks from uncle to Raju uncle. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Continue to remember us in prayers, and may his name be glorified.